നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പസഫിക് സമുദ്രത്തിന് മുകളിൽ രൂപം കൊള്ളുന്ന ആഗോള താപനത്തിന് കാരണമാകുന്ന എൽ നിനോ പ്രതിഭാസം വരും കാലങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് മുന്നറിയിപ്പ്. ഈ പ്രകൃതി പ്രതിഭാസം ലോകത്ത് കൂടുതൽ തീവ്രമായ കാലാവസ്ഥ അനുഭവപ്പെടാൻ കാരണമായേക്കാം എന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മനുഷ്യരുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം കൂടി പരിഗണിച്ചാൽ 2027 ചരിത്രത്തിൽ ഇന്നുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ വർഷമായി മാറുമെന്നാണ് ഈ മെറ്റ് ഓഫീസ് പറയുന്നത്. ആഗോള അടിസ്ഥാനത്തിൽ തന്നെ കാലാവസ്ഥയുടെ സ്വഭാവം മാറി വരുന്നതിന്റെ തെളിവ് ഇപ്പോൾ തന്നെ ലഭ്യമാണ്. ഇന്ത്യയിലെ മൺസൂൺ മഴയുടെ കുറവും അതുപോലെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ചുഴലിക്കാറ്റുകളുടെ രൂപീകരണവും തീവ്രതയും കുറഞ്ഞു വരുന്നു എന്നൊക്കെ ഇതിനുള്ള തെളിവുകളായി കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു. എൽ നിനോ യുകെയെ പ്രതികൂലമായി ബാധിക്കുമെന്നും മറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മഴയും കാറ്റും നിറഞ്ഞ ശരത്കാലവും അസ്ഥിര കാലാവസ്ഥയും ഒക്കെ ഇപ്പോൾ തന്നെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കാലാവസ്ഥാ പ്രവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിന്റെ മുകളിലൂടെ സാധാരണയായി കിഴക്കുനിന്നും പടിഞ്ഞാറോട്ട് വീശുന്ന വാണിജ്യവാദങ്ങൾ ദുർബലമാകുകയോ ദിശ തന്നെ നേരെ എതിർദിശയിലേക്ക് മാറുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് എൽ നിനോ. സാധാരണയായി 2 മുതൽ 7 വർഷങ്ങളിൽ ഒരിക്കൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന എൽ നിനോ പ്രതിഭാസം ഒരു വർഷം വരെ നീണ്ടു നിൽക്കാറുണ്ട്. ഇത് കിഴക്കൻ മേഖലയിൽ ചൂടുള്ള കാലാവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. സമുദ്രത്തിൽ നിന്നും അന്തരീക്ഷത്തിലേക്ക് ചൂട് പുറന്തള്ളുക വഴി ആഗോള താപനത്തിൽ വർധനവ് ഉണ്ടാവുകയും ഇത് മഴയുടെ ലഭ്യതയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. യൂറോപ്പിലെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും അപ്രതീക്ഷിതമായ കനത്ത മഴയും അതുപോലെ തന്നെ കൊടുങ്കാറ്റും വിനോദസഞ്ചാരികളെ ദുരിതത്തിലാഴ്ത്തിയിട്ടുണ്ട്. വേനൽക്കാലത്ത് മുഴുവനായും തന്നെ കടുത്ത ചൂടും ഉഷ്ണതരംഗങ്ങളും വലച്ച് സ്പെയിനിൽ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി എന്നിവിടങ്ങളിലായിരുന്നു ഈ ആഴ്ച തീർത്തും വ്യത്യസ്തമായ കാലാവസ്ഥാ അനുഭവം ഉണ്ടായത്. ബെർലിനിൽ നിന്നും 49 മൈൽ തെക്ക് കിഴക്ക് മാറിയുള്ള ഈ ഫ്യൂസ്റ്റെർവാൾഡെ പട്ടണത്തിൽ ഈ ടൊർണാഡോയിൽപ്പെട്ട് നിരവധി കെട്ടിടങ്ങൾക്ക് സാരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ചുഴലിക്കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും അതുപോലെ തന്നെ അത് നിലം പതിച്ചും വീട്ടു സാമാനങ്ങൾ പറന്നു ഉയർന്നുമൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊരു കാറിൽ നിന്നെടുത്ത വീഡിയോയിൽ താരതമ്യേന വലിപ്പം കൂടിയ വസ്തുക്കൾ കാറിനു നേരെ പാഞ്ഞു വരുന്ന ദൃശ്യങ്ങളുമുണ്ട്. കാറിന്റെ മേൽക്കൂര പാടെ തകരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഇറ്റലിയിലെ ടെക്സാസിലെ മേഖലയിൽ ഒരൊറ്റ രാത്രിയിൽ 23,000-ലധികം ഇടിമിന്നലുകളാണ് രേഖപ്പെടുത്തിയത്. അതിൽ 8,000-ലധികം ഇടിമിന്നലുകൾ സംഭവിച്ചത് വെറും 2 മണിക്കൂർ സമയം പരിധിയിലാണ്. പിസ്റ്റോയിയ നഗരത്തിലെ 2,000-ഓളം വീടുകൾ ഉൾപ്പെടെ 6,000-ലധികം വീടുകളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. ഇവിടെയും ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് നിരവധി വൃക്ഷങ്ങളെ കടപുഴകി എറിയുകയും ചെയ്തു. പിസയ്ക്ക് സമീപം മണിക്കൂറിൽ 66 മേൽ വേഗത്തിൽ കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ മസ്കാര, ലൂക്യ, അതുപോലെ തന്നെ ഗ്രോസെറ്റോ എന്നിവിടങ്ങളിൽ 12 മണിക്കൂർ സമയ അളവിൽ അനുഭവപ്പെട്ടത് 70 മില്ലിമീറ്റർ മഴയായിരുന്നു. സ്പെയിനിലെ ജൂമിലയിലെ ക്യൂറിക്ക പട്ടണത്തിലും കൊടുങ്കാറ്റും മഴയും അനുഭവപ്പെട്ടു. മലയാളികളുടെ ഓണാഘോഷങ്ങൾ പൊലിമയുള്ളതാകാൻ നാടൊരുങ്ങവേ സംസ്ഥാനത്ത് വിപണികളെയും ആഘോഷങ്ങളെയും ഒരുപോലെ തന്നെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് മഴ ഭീഷണി നിലനിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെ നേരിയതോ മിതമോ ആയ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ചില ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓണനാളുകളിലേക്ക് കടക്കുന്ന ഓഗസ്റ്റ് 23 മുതൽ 25 വരെയുള്ള തീയതികളിൽ മഴ ശക്തമാകാനാണ് സാധ്യത. അന്തരീക്ഷത്തിൽ രൂപപ്പെട്ട വിവിധ കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് സംസ്ഥാനത്ത് മഴ വീണ്ടും സജീവമാകാൻ കാരണം. വടക്കു കിഴക്കൻ മധ്യപ്രദേശിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിൽ നിലവിൽ ന്യൂനമർദ്ദം തുടരുന്നുണ്ട്. അതിന് ഇടയിൽ തന്നെ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും ബംഗ്ലാദേശിനും മുകളിലായി ശക്തമായ ഒരു ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. വടക്കൻ ആന്ധ്രാപ്രദേശ്, തെക്കൻ ഒഡീഷ തീരത്ത് സമീപം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ പ്രതിഭാസങ്ങളുടെ സ്വാധീന ഫലമായി ഓഗസ്റ്റ് 21 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ വ്യാപകമായി മഴ ലഭിച്ചേക്കും. ഇതിൽ ഓഗസ്റ്റ് 23, 24, 25 തീയതികളിൽ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഓഗസ്റ്റ് 23 ഞായറാഴ്ചയോടുകൂടി വടക്കൻ കേരളത്തിലാണ് മഴ കൂടുതൽ ശക്തമാവുക. ഞായറാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ വടക്കൻ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓണച്ചന്തകളും വ്യാപാര സ്ഥാപനങ്ങളും സജീവമാകുന്ന ഞായറാഴ്ചത്തെ മഴ കച്ചവടക്കാരെയും പൊതുജനങ്ങളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കും. തിങ്കളാഴ്ചയോടുകൂടി ഓഗസ്റ്റ് 24 മഴ മധ്യ കേരളത്തിലേക്ക് കൂടുതൽ വ്യാപിപ്പിക്കും. അന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പായ യെല്ലോ അലേർട്ട് നിലവിലുള്ളത്.
പൂവിളികളും പ്രാദേശിക ആഘോഷ പരിപാടികളും സജീവമാകുന്ന ഘട്ടത്തിൽ മഴ എത്തുന്നത് സംഘാടകർക്ക് കനത്ത വെല്ലുവിളിയാകും. ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ചയും മഴ തുടരുമെന്നാണ് പ്രവചനം. അന്ന് കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രാബല്യത്തിലുണ്ടാകും. തുടർച്ചയായ ദിവസങ്ങളിൽ മലയോര മേഖലകളിൽ, തീരദേശങ്ങളിലും മഴ ശക്തമാകാനുള്ള സാധ്യത മുൻനിർത്തി പ്രദേശത്തെ ഭരണകൂടങ്ങളോട് ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയ്ക്ക് പുറമെ സംസ്ഥാനത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഞായർ മുതൽ ചൊവ്വ വരെയുള്ള ദിവസങ്ങളിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് വീശിയടിച്ചേക്കും എന്നാണ് മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 23 മുതൽ 25 വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കർശനമായി വിലക്കി. എന്നാൽ ഓഗസ്റ്റ് 21 നിലവിൽ മത്സ്യബന്ധനത്തിന് വിലക്കുകൾ ഒന്നും തന്നെയില്ല. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും അടുത്ത ദിവസങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. സൊമാലിയ, ഒമാൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി പ്രദേശം, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 45 മുതൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശി അടിച്ചേക്കാം. ഇത് സമുദ്ര ഗതാഗതത്തെയും കടലോര മേഖലകളെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. ഓണാഘോഷങ്ങൾ കൊടുമുടിയിലെത്തുന്ന വാരത്തിൽ തടസ്സമായി മഴ എത്തുന്നത് ഉത്സവ പ്രതീക്ഷകൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. പന്തലുകൾ നിർമ്മിക്കുന്നതിനും സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും പ്രതികൂല കാലാവസ്ഥ തടസ്സമോ എന്ന ആശങ്കയിലാണ് ആഘോഷ കമ്മിറ്റികളും പൊതുജനങ്ങളും നിലവിൽ.